കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ പൂരാവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്ന പൂരക്കാഴ്ചകളാണ് പ്രേക്ഷകർ ഇടതടവില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് ആണ് തുടക്കമായിരിക്കുന്നത്. സജീവ് സി വാര്യർ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സജീവ്, ഇനിയുമുണ്ട് ഏറെ ചടങ്ങുകൾ. ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവും വെടിക്കെട്ടും അങ്ങനെ പൂരത്തിന്റെ ആവേശം അത് പതിയെ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയുള്ള ചടങ്ങുകൾ, ഇപ്പോൾ തുടരുന്ന ആവേശം. അഭിലാഷ്, തൃശ്ശൂർ പൂരത്തിൻ്റെ പൂര ആരവത്തിനൊപ്പം വാദ്യാഘോഷങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിച്ചിരിക്കുന്നത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം 11:30 കൂടിയാണ് ആരംഭിച്ചത്. പഴയ നടക്കാവിലെ ബ്രഹ്മസ്വം മഠത്തിൽ മുൻപിലാണ് ഇപ്പോൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നത്. ഇത് ഏകദേശം 4.5 മണിക്കൂറോളം എടുത്ത് ഏകദേശം 2 കിലോമീറ്ററിനകത്ത് ദൂരമുള്ള തെക്കിൻകാട് മൈതാനത്തിലേക്ക് എത്തിച്ചേരും. വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് തിരുവമ്പാടിയുടെ ഈ എഴുന്നള്ളത്ത്. രാവിലെ 7 മണിക്ക് തുടങ്ങിയതാണ്. 7 മണിക്ക് ശേഷം തുടങ്ങിയ എഴുന്നള്ളത്താണ്. തിരുവമ്പാടി ഭഗവതി തിരുവമ്പാടി കണ്ണൻ്റെ കോലത്തോടുകൂടി എഴുന്നള്ളി ബ്രഹ്മസ്വം മഠത്തിൽ എത്തുകയും അവിടെ ഇറക്കി പൂജ കഴിഞ്ഞ് അവിടുത്തെ ആചാരവെടിയും അതിനുശേഷം 3 ശംഖുലികൾക്കും ശേഷമാണ് പഞ്ചവാദ്യം ആരംഭിച്ചത്. ഇപ്പോൾ പതികാലത്തിൽ കൊട്ടിക്കയറുകയാണ് ബ്രഹ്മസ്വം മഠത്തിന് മുമ്പിൽ പഞ്ചവാദ്യം. മഠത്തിൽ വരവ് പഞ്ചവാദ്യം, മഠത്തിൽ നിന്നുള്ള വരവ് എന്നത് ലോപിച്ചാണ് മഠത്തിൽ വരവ്. ബ്രഹ്മസ്വം മഠത്തിൽ നിന്നുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ ആരവങ്ങളിലേക്കുള്ള വരവാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ പഞ്ചവാദ്യം ആസ്വദിക്കാനായി ചുറ്റുപാടും നിൽക്കുന്നത്. അവരുടെ പഞ്ചവാദ്യം കൊട്ടിക്കയറുന്നതനുസരിച്ച് ആരവവും ഉയരും. കൈകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് 100 കണക്കിന് പൂരപ്രേമികൾ, വാദ്യഘോഷപ്രേമികളെല്ലാം തന്നെ അവരുടെ ആനന്ദാതിരകത്തിൽ എത്തിച്ചേരും. പതികാലത്തിൽ നിന്ന് കൊട്ടിക്കയറി വലിയ മുറുക്കത്തിലേക്ക് എത്തുമ്പോൾ ആഘോഷം, മാനസികമായ ഉല്ലാസമെല്ലാം ശരിക്കും മനസ്സുകൊണ്ടുള്ള പൂരം അപ്പോഴാണ് സാധ്യമാകുന്നത്. തിരുവമ്പാടിയുടെ പഞ്ചവാദ്യത്തിന് ബദലായി ഇലഞ്ഞിത്തറമേളവുമായി പാറമേക്കാവും അല്പസമയത്തിന് 2 മണിയോടുകൂടി ചേരും. ഇതോടുകൂടി വാദ്യത്തിൻ്റെ പെരുമഴ തൃശ്ശൂർ തെക്കിൻകാട് മൈതാന പരിസരത്തെല്ലാം തന്നെ ഉയരും. ആ വാദ്യ പെരുമഴയിൽ അലിയുകയാണ് ജനസഹസ്രങ്ങൾ. അഭിലാഷ്.
കൊട്ടിക്കയറുകയാണ് തൃശൂർ പൂരം. തൃശൂരിൽ നിന്നുള്ള മേളക്കാഴ്ചകൾ ആണ്, വർണ്ണക്കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്.